ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്യേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യേ നമഃ. ഭഗവതിയുടെ അനുഗ്രഹം നമ്മൾക്കെല്ലാവർക്കും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കാം. മംഗളാചരണം. സൗന്ദര്യലഹരീ കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവർയായ യതിരാജായ തേ നമഃ. സൗന്ദര്യലഹരി ശ്ലോകം 44. തനോദുക്ഷേമം നഃ തവ വദന സൗന്ദര്യലഹരി പരിവാഹ സ്രോതസ്സരണിരിവ സീമന്തസരണിഃ വഹന്തി സിന്ദൂരം പ്രബലകബരീഭാരതിമിര ദ്വിഷാം വൃന്ദേർബന്ധീകൃതമിവ നവീനാർക്കകിരണം. പദച്ഛേദം ചെയ്യാം. തനോതു ക്ഷേമം നഃ തവ വദന സൗന്ദര്യലഹരീ പരീവാഹ സ്രോതഃ സരണിരിവ സീമന്തസരണിഃ വഹന്തി സിന്ദൂരം പ്രബലകബരീഭാരതിമിരദ്വിഷാം വൃന്ദേഃ ബന്ധീകൃതം ഇവ നവീനാർക്കകിരണം. പദാർത്ഥം പറയാം. തവ നിന്തിരുവടിയുടെ. ഇവിടെ എവിടെ തവ പറഞ്ഞാലും ഭഗവതിയുടെ എന്നർത്ഥം. വദന സൗന്ദര്യലഹരീ പരീവാഹ സ്രോതസ്സരണിഃ ഇവ സ്ഥിത. തിരുമുഖത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. തിരുമുഖത്തിൻ്റെ സൗന്ദര്യാതിശയ പ്രവാഹം നിറഞ്ഞു വഴിഞ്ഞൊഴുകുവാനുള്ള മാർഗമോ എന്ന് തോന്നിക്കുമാറ് പ്രബല കബരീഭാരതിമിരദ്വിഷാം കരുത്തേറിയവയായ കേശപാശ തിമിരങ്ങളാകുന്ന ശത്രുക്കളുടെ, അതായത് അവിടെ എന്ന് പറയും തിമിരം എന്നൊക്കെ അന്ധകാരം അജ്ഞാനത്തെ നീക്കുന്നതൊക്കെ നമ്മൾ മുമ്പത്തെ ശ്ലോകത്തിൽ കണ്ടത്. അതുപോലെയുള്ള ആ അജ്ഞാനമാകുന്ന ശത്രുക്കളുടെ കൂട്ടത്തെ നശിപ്പിക്കുന്ന തോൽപ്പിച്ച് ബന്ധനത്തിലാക്കപ്പെട്ട നവീനാർക്ക കിരണം. അത് ബാലസൂര്യരശ്മിയോ നവീന പുതുതായിട്ട് ഉദിച്ച സൂര്യകിരണം, അതായത് ബാലസൂര്യകിരണം രശ്മിയോ ഇവ എന്ന് തോന്നിമാറിയിരിക്കുന്ന സിന്ദൂരപ്പൊടിയെ വഹിച്ചിരിക്കുന്ന സീമന്തരേഖ നഹ ഞങ്ങൾക്ക് എന്തു തരണം? ക്ഷേമം സുഖത്തെ ചെയ്യട്ടെ. തനോര് പറഞ്ഞ് ചെയ്യട്ടെ, നമുക്ക് ക്ഷേമത്തെ തരട്ടെ എന്ന്. നമ്മൾ ഭഗവതിയുടെ സിന്ദൂര രേഖയിൽ ചാർത്തിയിരിക്കുന്ന ആ കുങ്കുമത്തെ നമ്മൾ കണ്ടു ഭജിച്ചാൽ നമുക്ക് ക്ഷേമം തന്ന് അനുഗ്രഹിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആ സിന്ദൂര രേഖയെ നമ്മൾ കണ്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മൾക്ക് ക്ഷേമത്തെ തരട്ടെ എന്ന് ഗ്രന്ഥകർത്താവായ ശങ്കരാചാര്യർ പറയുകയാണ്. നമ്മൾ പഠിക്കുമ്പോൾ നമ്മളും പറയുകയാണ്. സാരം. അല്ലയോ ഭഗവതി, നിന്തിരുവടിയുടെ മുഖസൗന്ദര്യാതിശയത്തിൻ്റെ പ്രവാഹം കവിഞ്ഞൊഴുകുവാനുള്ള വഴിയോ, അതായത് സിന്ദൂര രേഖ നമ്മുടെ മുടി 2 ഭാഗം പിന്നിയെടുത്താൽ അവിടെ ഒരു രേഖയുണ്ടാവും അല്ലേ? തലയോട്ടിയിൽ ഒരു രേഖ ഉണ്ടാവും. 2 ഭാഗത്തും മുടി പിന്നി മാറ്റിയാൽ അപ്പോൾ അവിടെ ആ രേഖയിലാണ് സിന്ദൂരം ചാർത്തുക. അപ്പോൾ ആ രേഖയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അല്ലയോ ഭഗവതി, നിന്തിരുവടിയുടെ മുഖസൗന്ദര്യാതിശയത്തിൻ്റെ പ്രവാഹം കവിഞ്ഞൊഴുകുവാനുള്ള വഴി, അതായത് ആ രേഖയുണ്ടല്ലോ, ആ രേഖയിൽ ആ മുഖത്തിൻ്റെ സൗന്ദര്യം കവിഞ്ഞിട്ട് ഒഴുകുണ്ടെങ്കിൽ വെള്ളം ലിക്വിഡായിട്ടുള്ള സാധനങ്ങളല്ലേ ഒഴുകുള്ളൂ. അപ്പോൾ കവിഞ്ഞൊഴുകുവാനുള്ള വഴിയോ എന്ന് തോന്നുമാറ് സ്ഥിതി ചെയ്യുന്നതും കരുത്തേറുന്ന കേശഭാസമാകുന്ന തിമിര ശത്രുക്കളുടെ കൂട്ടത്താൽ ബലാത്കാരമായി തോൽപ്പിച്ച് ബന്ധനത്തിൽ വയ്ക്കപ്പെട്ട ബാലസൂര്യകാന്തിയോ,
അത്രയധികം കാന്തി ഉണ്ട് കേട്ടോ. ബാലസൂര്യകാന്തിയോ, അത് ബാലസൂര്യന് ചുവപ്പ് നിറമായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത് സിന്ദൂര രേഖക്ക് സിന്ദൂരം ചാർത്തിയപ്പോൾ അത് ബാലസൂര്യകാന്തിയോ എന്ന ശങ്കയെ ജനിപ്പിക്കുന്ന സിന്ദൂരപ്പൊടിയെ ധരിച്ചിരിക്കുന്നതും ആയ സീമന്തരേഖ അതായത് രണ്ടായി പകുത്ത് തലമുടിയുടെ മധ്യത്തിൽ നെറുകയിൽ കാണുന്ന രേഖ, നെറുകയിൽ നിന്ന് രണ്ടായി പകുത്ത് കഴിഞ്ഞാൽ ആ നെറുകയിൽ കാണുന്ന രേഖ, അവിടെയാണ് സിന്ദൂര രേഖ, അവിടെയാണ് സിന്ദൂരം ചാർത്തുക. സുമംഗലികളായ കല്യാണം കഴിഞ്ഞ സ്ത്രീകളൊക്കെ സിന്ദൂരം ചാർത്തുന്നത് ആ സിന്ദൂര രേഖയിലാണ്. ഞങ്ങൾക്ക് അത് നമ്മൾക്ക് ക്ഷേമത്തെ തരട്ടെ എന്നാണ് ഇവിടുത്തെ പ്രാർത്ഥന. അത്രയധികം ഉപമിച്ച് ഉൽപ്രേക്ഷിച്ച് എഴുതിയിരിക്കുകയാണ് നമ്മുടെ ഭഗവത്പാദരായ ശങ്കരാചാര്യർ. അത് വായിക്കുന്ന നമ്മൾക്കും അത് നമ്മൾ അനുഭവിച്ച് അറിയാം അല്ലേ. ഹരിയോ ശ്രീ ഗുരുഭ്യോ നമഃ. കായേന വാച മനസേന്ദ്രിയർവ്യ ബുദ്ധ്യാത്മനാ വാം പ്രകൃതി സ്വഭാവാൻ കരോമി അദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീമന്നാരായണായേതി സമർപ്പയാമി. ശ്രീമഹാദേവ്യേതി സമർപ്പയാമി. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യേ നമഃ. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.